ചെമ്പതി പൂവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവീന്ദ്രനെ സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശി. നീ സമാധാനമായി പോയി രവി, അവൻ കല്യാണം ഒന്നും മുടക്കില്ല. എന്റെ 2 തുള്ളി കണ്ണീര് മതി, അവൻ അതൊക്കെ മറക്കും. നീ സമാധാനായിട്ടിരിക്കെ, ഈ വിവാഹം നല്ല ഭംഗിയായി നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രവിയെ സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശി. പിന്നെ കാണിക്കുന്നത് സച്ചിനെയും രേവതിനെയും തന്നെയാണ്. നാളികേരം പിടിച്ചിട്ട് പറയുന്നുണ്ട്, കല്യാണം ഞാൻ മുടക്കും. അത് ആര് വിചാരിച്ചാലും ഞാൻ കല്യാണം മുടക്കും. ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇത് ഞാൻ മുടക്കിയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കാണ്ട് പോയി നാളികേരം ഉടക്കി. എനിക്ക് വിശന്നിട്ട് പാടില്ല എന്ന് പറയുന്നു. നിന്റെ വിശപ്പും നാളികേരം ഉടക്കലും തമ്മിൽ എന്ത് ബന്ധം? അതൊക്കെ ഉണ്ട് പറയാ എന്ന് പറയുമ്പോൾ സച്ചി വേഗം നാളികേരം ഉടക്കുന്നുണ്ട്. നാളികേരം ഉടച്ചു കഴിയുമ്പോൾ രേവതി അത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാരിയൊക്കെ തിന്നുന്നുണ്ട്. ഇത് ശരി, ഇതാണ് നിന്റെ പണി എന്ന് വെച്ചപ്പോൾ അതെ, പോയിട്ട് നടന്നിരുന്നപ്പോഴേ ഇതാണ് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ നല്ല ആസ്വദിച്ച് രേവതി തിന്നണപ്പോൾ സച്ചിയുടെ വായിലും വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് രേവതി അത് കാണുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, വെള്ളം ഇറക്കണ്ട വേണോ എന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയും. അങ്ങനെ രേവതി ഒരു കഷ്ണമൊക്കെ എടുത്ത് കൊടുക്കുന്നു. രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കാരി തിന്നണത് രവീന്ദ്രൻ കാണുന്നുണ്ട്. രവി ആ കാഴ്ച അമ്മനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. നോക്കി അമ്മേ, ഇവിടെ വന്നതിന് ശേഷം രണ്ടുപേർക്കും നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ നീ നോക്കിക്കോ. രേവതി അവനെ മാറ്റിയെടുക്കും. അവൾ അത്രയ്ക്ക് നല്ലൊരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുമ്പോഴത്തേനും രണ്ടുപേരും ഒന്നായിട്ട് തന്നെ വരാം, നീ സമാധാനപ്പെടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ 4 പേരും കൂടെ സംസാരിക്കുന്നു. ഞാൻ അടുത്ത ബസ്സിൽ പോകുന്നു പറഞ്ഞപ്പോൾ നാളെ പോവാൻ മോനെന്ന് പറഞ്ഞപ്പോൾ ശരിയാവില്ല അമ്മേ, പോട്ടെ, ഒരുപാട് പേര് കല്യാണം ക്ഷണിക്കാനൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. കല്യാണം ക്ഷണിക്കും. കല്യാണത്തിന് താലി കെട്ടുന്ന നേരത്തെ ഞാൻ അവനെ തല്ലി പൊളിക്കും, തലമണ്ട ഞാൻ തല്ലി പൊളിക്കും എന്ന് പറഞ്ഞപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്തിനാ ഇങ്ങനെ അച്ഛനെ എപ്പോഴും വിഷമിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറൊരു പണിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ രവി പറയുന്നുണ്ട്, മോളെ, എനിക്കറിയാം എൻ്റെ മോൻ നിന്നോടാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിട്ടുള്ളത്, എന്നിട്ട് നീ അവനോട് ക്ഷമിച്ചില്ലേന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അയാളോട് ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛന് വേണ്ടി ഞാനത് ക്ഷമിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കല്യാണം സഹകരിക്കും. ഞാൻ കല്യാണത്തിന് മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. നീയാണ് എൻ്റെ വീട്ടിൽ വന്ന മരുമോള്, ആദ്യം കയറി വന്ന മരുമോള്, അതുകൊണ്ട് ആ കടമകളൊക്കെ നീ ചെയ്യണം എന്ന് പറയുമ്പോൾ രേവതി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് വീട്ടില് മുത്തശ്ശിയോട് ഭക്ഷണം വിളമ്പാൻ പറയുന്നുണ്ട്. സജിക്ക് വിശപ്പിന്, രാത്രിന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം, ആദ്യം നീ രേവതിയുടെ അടുത്ത് വന്നിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രേവതിയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ സ്പെഷ്യൽ കണ്ട് സജിയുടെ കണ്ണ് തള്ളണ്. മുരിങ്ങക്കായ കൊണ്ടുള്ള പലതരം വിഭവങ്ങൾ. എന്താ മുത്തശ്ശിക്ക് വട്ടായോ? എന്നാൽ മുറ്റത്ത് മാങ്ങ നിൽക്കണ്ടല്ലോ, നാളെ മാങ്ങ കൊണ്ടുള്ള എല്ലാ വിഭവങ്ങളായിക്കോന്ന് പറഞ്ഞപ്പോൾ മാങ്ങയൊക്കെ ഞാൻ തരാം, അത് നീ കനിയണം, നിനക്കല്ല ഇവൾക്ക് പച്ചമാങ്ങ കൊടുക്കാൻ, അതിനൊരു അവസരം നീ ഉണ്ടാക്കണം എന്നപ്പോ പണ്ട് മുത്തശ്ശി എന്നോട് മുരിങ്ങക്കായ തിന്നരുത് എന്നുള്ള പറഞ്ഞത്, ഇപ്പൊ തിന്നാൻ പറയുന്നത് എന്ത് കാലം എന്ന് പറഞ്ഞ് സച്ചി മടിയോടെ മുരിങ്ങക്കായ കൂട്ടി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതിനുശേഷം റൂമിലേക്ക് പോകാൻ പറയുന്നുണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ സച്ചിനെ ഭീഷണിപ്പെടുത്തി റൂമിലേക്ക് ആക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശി പാലുമായി വരുന്നുണ്ട്. പാലുമായി വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് ഈ പാൽ അവന് കൊടുത്ത് പകുതി നീയും കുടിക്കണം എന്ന് പറയുമ്പോൾ രേവതി സമ്മതിക്കും. പിന്നെ രേവതി കളിയായി ചോദിക്കുന്നുണ്ട്, ഈ പാലിൽ മുരിങ്ങക്കായ കൊണ്ട് വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി അവളെ തല്ലി ഓടിക്കാൻ നോക്കുന്നുണ്ട്. അവിടുന്ന് രണ്ടുപേരും എന്ന് പറഞ്ഞ് സച്ചി റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് പായ തപ്പുമ്പോൾ പായൊന്നും കാണില്ലേ. എന്റെ ഇപ്പൊ പുല്ലുപായ എവിടേക്ക് പോയി നോക്കുമ്പോൾ മുത്തശ്ശി എന്റെ പായ കണ്ടാ? നിന്റെ പായ ഞാൻ കണ്ട്, അത് ഞാൻ എടുത്ത് കത്തിച്ച് കളഞ്ഞു. നീ മര്യാദയ്ക്ക് അവളെ കൂടെ കട്ടിലുമ പോയി കിടക്കുക. അവളെ കയ്യിൽ ഞാൻ പാല് കൊടുത്തയച്ചിട്ടുണ്ട്, അതിൽ പകുതി നീ കുടിക്കണം, പകുതി അവൾക്കും കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കടാന്നൊക്കെ പറഞ്ഞപ്പോൾ സച്ചിക്ക് എന്തായാലും ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ രേവതിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. സച്ചി ഇങ്ങനെ ആകെ വിഷമത്തോടെ ഇഷ്ടത്തോടെ കൂടി കട്ടിൽമേൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ രേവതി പാല് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സച്ചി പാല് കുടിക്കുന്നുണ്ട്. പകുതി പാല് കുടിച്ചിട്ട് സച്ചിക്ക് ഭയങ്കര നാണാവുന്നുണ്ട്. സച്ചിയെ നാണത്തോടെ തന്നെ രേവതിയുടെ മുഖത്തേക്ക് നോക്കി പാല് കൊടുക്കും. രേവതിയും കുറച്ച് കുടിക്കും. പിന്നീട് വാതിലടയ്ക്കുന്ന രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്നു. സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.